ഓരോ യാത്രയിലും പുതിയ പുതിയ കാഴ്ചകളാണ്. ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്കും കൂടാം. അപ്പോൾ ഇപ്പം തന്നെ സമയം വൈകിട്ട് 5 മണിയോട് അടുത്തായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ്, എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, അപ്പം കുട്ടികളൊക്കെ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. നമ്മളിപ്പം പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മളെ കസിനെ കൂട്ടി പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഇതാ അമ്മാനിന്ന് പിണക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നോക്കട്ടെ, അവനെ മുഖം നോക്കട്ടെ. ആദ്യമേ ആദം അങ്ങനെ മുഖം നോക്ക്. വിളിക്കുന്നു അല്ല, എന്താ നോക്കണേ? ഫോൺ നോക്കാം. ഓക്കെ അപ്പൊ ആദ്യം ഫോൺ നോക്കാണ്. ബൈ. വൈകിട്ടത്തെ ചടപ്പൊന്ന് മാറ്റാൻ എല്ലാവർക്കും ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കഴിക്കാൻ ഷോപ്പിൽ കയറി ചായ കുടിച്ചു. പക്ഷേ ചായൻ്റെ സുഖം കിട്ടിയില്ല ഗൈസ്. എന്താ വെച്ചാൽ അത് പോരായിരുന്നു, ചായ പോരായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിതാ യാത്ര തുടങ്ങാനിരിക്കുകയും പള്ളിയിൽ നിന്ന് മഗ്‌രിബ് കൊടുത്തു. ഇനി ഏതായാലും നിസ്കരിച്ചിട്ടാവട്ടെ അടുത്ത യാത്ര. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല യാത്ര ചെയ്യാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ തീരുമാനിച്ചു ഇവിടെ മസ്കറ്റിലെ ബർക്കയിലെ നെക്കൽ റൂട്ടിലെ വാദി അൽ മാവിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവിടെ പ്രധാനമായിട്ടുള്ളത് അവിടുത്തെ ഒരു വില്ലേജിലെ ഒരു സ്ട്രീറ്റ്, അവിടെ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ നല്ല രസമുള്ള കാഴ്ചകളാണ്. ജസ്റ്റ് പ്രത്യേക വൈബാണ് അവിടെ അവരുടെ പഴയകാല റിഗാഗില്ലേ ഭക്ഷണങ്ങളും അവരുടെ തനതായ ശൈലിയുള്ള ഭക്ഷണങ്ങളും. പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ചെറിയൊരു വില്ലേജ് ആയതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വണ്ടി കിട്ടുന്ന സ്പേസിൽ അത് കുറച്ച് മുന്നോട്ടൊക്കെ നീക്കിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് മെല്ലെ നമ്മൾ നടന്ന് ഇങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. ജസ്റ്റ് ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ തന്നെ നമുക്ക് എന്താ പറയുക, നല്ലൊരു ആൽമരൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബ് കിട്ടുന്ന പോലെ. ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വൈബാട്ടോ ആക്ച്വലി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നാട്ടിലത്തെ ഒരു വൈബാണ് ഇവിടെ. അപ്പം ഒന്നാമത്തെ ഒമാനിപ്പോൾ തണുപ്പായല്ലോ, തണുപ്പ് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ രാത്രി അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വദേശികൾ തന്നെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്താ പറയുക ഒരു ചായ കുടിക്കാൻ, കോഫി കുടിക്കാനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പും അവിടെ ഇരുന്ന് നല്ല രസത്തിൽ ചായ കുടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് മുന്നോട്ട് നീങ്ങാണ് ഗൈസ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ്. ഇവിടെ കാഴ്ച പിന്നെ കുട്ടികൾ അങ്ങനെ പോയിക്കോളും, ഒന്നും നോക്കണ്ട. ഇവിടുന്ന് വേറെ കൊണ്ട് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. എങ്കിൽ തന്നെയും കുട്ടികളെ വിട്ടെടുത്താൽ മതി. അവരങ്ങനെ നല്ല നമ്മൾ മുന്നിൽ കൂടി മെല്ലെ നടന്നു പോയിക്കോളും. ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ നാട്ടിലത്തെ പോലെ കച്ചവടക്കാരാണ് മൊത്തം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകം ചില മൊത്തം കച്ചവടക്കാരും ഇവിടുത്തുകാരാണേ. നമ്മളെ ബംഗ്ലാദേശികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അങ്ങനത്തെ ആരുമില്ല. മൊത്തം ഇവിടുത്തെ ആളുകളാണ്. അവരുടെ തനതായ ശൈലിയുള്ള കച്ചവടങ്ങളും അവരുടെ ഫുഡുകളും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളിവിടെ വരുന്നത് പകൽ സമയങ്ങളാണെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡിലെയും കൃഷിയിടങ്ങളും അവിടുത്തെ നമ്മുടെ സൂര്യകാന്തിയുടെ കൃഷിയുണ്ട്, നമ്മുടെ സബർജില് അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സുകളും നമ്മുടെ പച്ചക്കറികൾ പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മലയാളി നമ്മുടെ ശൈലിയിലേക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഗൈസ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുള്ളി ഇവിടുത്തെ ആളുകളുടെ ക്രൗഡാണ് ഇവിടെ ഫുള്ളായിട്ട് ഇവിടുത്തെ ആളുകളാണുള്ളത്. അപ്പം ഇവരെ വൈകുന്നേരം ഈ സംസ്കാരം കഴിഞ്ഞിട്ട് അവരിങ്ങനെ വന്ന് അവരെന്താ ചെയ്യുക, ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു ഓംലെറ്റ് ചായ കുടിക്കുന്ന മാതിരി ഇവിടെ നിന്ന് വന്നിട്ട് അവരെ ഫുഡുകളൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രസമാണ്, ഒരു പ്രത്യേക വൈബാണ്. ഓക്കെ, തണുപ്പും കൂടിയാണല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ എന്താ ചെയ്യുക, രാത്രികളിലൊന്ന് എന്താ പറയുക ഒരു വൈബാക്കാൻ വേണ്ടി കൂടി ഇറങ്ങാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എന്താ പറയുക ദൂരം പോലും നടന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് നടക്കാണ്ടത്. ഓക്കെ, രണ്ട് സ്ഥലത്തും നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. രണ്ട് സ്ഥലത്തും ഒരാൾക്ക് എന്താ പറയുക
ഇപ്പോൾ ആരായിക്കോട്ടെ, കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കും ആർക്കായിക്കോട്ടെ നല്ല റാഹത്തിൽ നടക്കാനുള്ളൊരു സെറ്റാണിത്. ഓക്കെ, കുറേ അവിടെ ഇവിടെയൊക്കെ മരങ്ങളും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആ കനാലുണ്ട്, ആ കനാലിൽ കൂടി ഫുള്ള് വെള്ളം പോയിക്കൊണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് ആ തലക്കം വരെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുവിക്കുഴി നമ്മുടെ നാട്ടിലെ കനാൽ മാതിരി കറക്റ്റ് നല്ല ഫ്ലോയിൽ നല്ല വെള്ളം നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ഒരു ഷട്ടറുകളൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയൊരു ഷോപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഓൾമോസ്റ്റ് ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ സ്വീകരിക്കാൻ അവിടെ ഇവിടുത്തെ പൗരന്മാർ അലുവയും അതുപോലെ തന്നെ കാവയും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു കാവയുടെയും ജസ്റ്റ് ഒരു എന്താ പറയുക കൂൾ ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു കപ്പിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട്. അവിടെ അലുവക്ക് 1 റിയാലാണ് അവിടെ ചാർജ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആ കപ്പിൽ ഒരു ഹൽവ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, സംഭവം ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. ഷുഗർ പേഷ്യൻറ്റിന് അത് കുറച്ച് ബുദ്ധിമുട്ടാവും, അല്ലാത്ത പക്ഷം ഓക്കെയാണ്. അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും ഹാപ്പിയാണ്, അത് നമുക്ക് വെരി ഹാപ്പി. ഓക്കെ, പിന്നെ അത് അവിടുത്തെ ആളുകളാണ് ഉണ്ടാക്കുന്നത്, അവിടെ തന്നെ സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ചൂടൊക്കെ തന്നെ ഒരു കപ്പിലിട്ട് തരികയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അൽവയും കഴിച്ചിട്ട് നേരെ പോകുന്നത് അവിടെ ഒരു ചെറിയൊരു ഫോർട്ട് ഉണ്ട്. അവിടെ നമ്മുടെ ഓൾഡ് കാസ് ഒമാൻ ക്ലബിൻ്റെ ഒരു ചെറിയൊരു എക്സ്പോ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് പഴയ കാറുകളിലൊക്കെ ഒരു വ്യൂസ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഒമാനികളുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതൊക്കെ എടുക്കുക, ഈ കാസിലൊക്കെ എടുക്കുക. ഇതിനെ താഴ്ത്ത് വേണം. ഇവിടെ ഒരു കാർ എടുക്കാൻ വേണ്ടി ഇവിടെ കളി നോക്കണം. പഴയ മോഡൽ കാർസ് കാർ എക്സ്പോ ഹിയർ ഇറ്റ്സ് ഗോയിങ് ഓൺ Wadi Al Mawil, the street lights. The people who has this model Benz, so many models are here. അതാണ് കാർ നോക്കടാ, കാർ നോക്ക് Benz. ഓ സൂപ്പർ. Mr. Bean car kan. Kemana ada? Ada meh? Ada. അപ്പം നമ്മുടെ ആദ്യം ഒമാനി പാട്ടിന് സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ. Bye bye.